ദൈവത്തിനു മഹത്വം. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും പ്രവചന പഠനവും 14-ാമത്തെ ഭാഗത്തിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസം 3-ാമത്തെ സാമ്രാജ്യമായ യവനായ സാമ്രാജ്യത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു. സമയത്തിന് കുറവുകൊണ്ട് അത് ഇപ്പോൾ തുടരാൻ തക്കവണ്ണം ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്താണ് കോലാട്ടുകൊറ്റൻ? അലക്സാണ്ടറിനെ കാണിക്കുകയാണ്, അവന്റെ സാമ്രാജ്യത്തെ കാണിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം വായിക്കുമ്പോൾ കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. വലിയ കൊമ്പെന്ന് പറയുമ്പോൾ അലക്സാണ്ടറുടെ അന്ത്യത്തെ പറ്റി അവിടെ പ്രസ്താവിക്കുന്നു. ആകാശത്തിലെ 4 കാറ്റിനു നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. തൻ്റെ 33-ാമത്തെ വയസ്സിൽ താൻ മരിച്ചതോടുകൂടി തൻ്റെ മരണം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനനീർ കുളമുണ്ടാക്കി. ആ കുളത്തിൽ താൻ കുളിച്ചു. എന്നാൽ അത് വലിയ പനിയായി മാറി. വൈദ്യന്മാരാൽ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ താൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. മാറ്റപ്പെടുന്നതിന് മുമ്പേ തനിക്ക് മനസ്സിലായി താൻ മരിച്ചു പോകുമെന്ന്. തൻ്റെ പടയാളികളോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവമഞ്ചത്തിന്റെ 2 സൈഡിലും ദ്വാരങ്ങൾ ഉണ്ടാക്കി എൻ്റെ കൈകൾ പുറത്തേക്ക് ഇടണം. പട്ടാള മേധാവികൾ ശവമടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയണം, അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി വന്നു. അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി കടന്നു പോകുന്നു. ആ മഹാന ചിന്ത കടന്നു വന്നു. ഇത്രയുള്ളൂ സ്നേഹിതരെ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അടുത്ത ശ്വാസമെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തായിത്തീരും? നമ്മുടെ ജീവിതത്തിലെ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യ ജീവിതം. ഇതിനപ്പുറമായിട്ട് ഒരു നിത്യതയുണ്ട്. അതിൽ ചെന്നില്ലെങ്കിൽ മാനവജാതിക്ക് ഭീമമായ നഷ്ടമായിരിക്കുന്നുള്ള കാര്യം ഒരു ആത്മീയ സന്ദേശം കൂടെ ഞാൻ ഈ സാഹചര്യത്തിൽ പറയുകയാണ്. അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി പോയി. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നിത്യത അത് വലുതാണ്. അതിനെ കരസ്ഥമാക്കുവാൻ നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. നമുക്ക് വേണ്ടി ജീവിച്ചാൽ അതെല്ലാം പരാജയമാകും. ദൈവത്തിന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പരാജയം ഉണ്ടാകുകയില്ല. BC 320 അലക്സാണ്ടർ മരിച്ചു. തനിക്ക് തൻ്റെ സാമ്രാജ്യത്തിൽ 4 സൈന്യാധിപന്മാരുണ്ടായിരുന്നു. 4 സൈന്യാധിപന്മാർ ഈ സാമ്രാജ്യത്തെ അവരെ ഭാഗം വെച്ചു. 1-ാമത്തെ സൈന്യാധിപന്റെ പേര് ലിസിമാക്കസ്. അദ്ദേഹം മാസിഡോണിയ, ഗ്രീസ് എന്നീ രാജ്യങ്ങൾ വിഭാഗിച്ചെടുത്തു. 2-ാമത്തെ പടത്തലവന്റെ പേര് സിസാൻ ഡെറിൻ. അദ്ദേഹം സിറിയ, ബാബിലോൺ, എത്യോപ്യ എന്നീ രാജ്യങ്ങൾ അദ്ദേഹം കൈക്കലാക്കി, അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുത്തു. 3-ാമത്തെ ആളിന്റെ പേരാണ് സെലൂക്കിയസ്. അദ്ദേഹം ഈജിപ്റ്റ്, പലസ്തീൻ, അറേബ്യ എന്നീ രാജ്യങ്ങൾ അദ്ദേഹത്തിന് കൈവശം വന്നു.
അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി സാമ്രാജ്യം 4 വിഭജിച്ചു. BC 198 ഈ സാമ്രാജ്യം അസ്തമിച്ചു. ഈ സാമ്രാജ്യം BC 198 അവസാനിച്ചു. ഈ 4 സൈന്യാധിപന്മാരുടെ കാലയളവിൽ ഇസ്രായേലിന് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ആരംഭിക്കാൻ തുടങ്ങി. അവര് പലരും അടിമകളായി പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകത്തക്കവണ്ണം ഉള്ള അവസ്ഥയിലേക്ക് കടന്നു വന്നു. 198 ഈ സാമ്രാജ്യം അസ്തമിച്ചതിന് ശേഷം അടുത്ത 4ാമതൊരു സാമ്രാജ്യം ഉണ്ടാകുന്നത് വരെ ലോകം വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ റോമൻ സാമ്രാജ്യം ആരംഭിക്കുന്നത് അടുത്ത ദിവസം ഞാൻ ക്ലാസ് അത് എടുക്കുന്നെങ്കിലും പ്രാരംഭമായിട്ട് 1-2 കാര്യങ്ങൾ മാത്രം പറയാൻ താല്പര്യപ്പെടുന്നു. BC 146 അന്നു മുതലാണ് ചരിത്രം പറയുന്നത് റോമ സാമ്രാജ്യത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരിടവേളയുണ്ട്. 198 146 ഇടയ്ക്ക് ഒരിടവേള ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 4ാമത്തെ സാമ്രാജ്യം ഈ ലോകത്തിലേക്ക് വരാൻ അവസരമുണ്ടായത്. 4ാമത്തെ സാമ്രാജ്യം യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും അധികം രക്തസാക്ഷികളായി തീർന്നത് 4ാമത്തെ സാമ്രാജ്യം ആയിരുന്നു എന്ന് ഞാൻ ഈ 4ാമത്തെ സാമ്രാജ്യത്തിനു മുമ്പേ ഒരല്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, കഴിഞ്ഞ 3 സാമ്രാജ്യങ്ങളും പഠിച്ചു വരുമ്പോൾ യിരെമ്യാവിന്റെ പ്രവചനത്തിലും ദാനിയേലിന്റെ പ്രവചനത്തിലും യെശയ്യാവിന്റെ പ്രവചനത്തിലും സ്പഷ്ടമായി വളരെ നല്ലതുപോലെ പ്രവാചകന്മാരെ പ്രവചിച്ചിട്ടുണ്ട്. കാലക്കണക്ക് പ്രകാരം അവരുടെ പ്രവചനത്തിന്റെ ആ കറക്റ്റ് സമയമായപ്പോൾ ഓരോന്നോരോന്നായി സംഭവിച്ചു. 1ാമത്തെ സാമ്രാജ്യം നമ്മൾ പഠിച്ചു, ബാബിലോണിയ സാമ്രാജ്യം. 2ാമത്തെ സാമ്രാജ്യത്തിന്റെ ഒറ്റ പേര് പേർഷ്യൻ സാമ്രാജ്യം. അത് രണ്ടും അസ്തമിച്ചു. 3ാമത്തെ സാമ്രാജ്യമായ യവനായ സാമ്രാജ്യം അതും അസ്തമിച്ചു. അടുത്ത ക്ലാസ് 4ാമത്തെ സാമ്രാജ്യം ചിന്തിക്കത്തക്കവണ്ണം എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലെ സ്നേഹത്തെയും വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില നാളുകളായി ഈ ക്ലാസ് ഓൺലൈനിൽ കൊടുക്കത്തക്കവണ്ണം എൻ്റെ ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ടായി. നിങ്ങളുടെ എല്ലാവരുടെയും വളരെ നല്ല ആശയങ്ങളെ, നല്ല പ്രതികരണങ്ങളെ എനിക്കുണ്ടായത് ഈ ശുശ്രൂഷയിലെ വളരെ അനുഗ്രഹമായിരുന്നു. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അടുത്ത ക്ലാസ് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം കേൾക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ കാര്യങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. കർത്താവേ, നാളെ അരുമനാഥന്റെ സാമ്രാജ്യം വരാറായി. ലോകസംഭവങ്ങൾ വിളിച്ചു പറയുന്നു. അടികളെല്ലാം ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.